ബീഹാറിൽ LJPയിലെ രണ്ട് വിഭാഗങ്ങൾക്കിടയിലുള്ള പ്രശ്നത്തിൽ ആദ്യമായി പക്ഷം പിടിച്ചിരിക്കുകയാണ് BJP. ഇത്തവണ വിജയം ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിക്കൊപ്പമായിരുന്നു. നിതീഷ് കുമാറിന്റെ പോലും അതൃപ്തി വകവയ്ക്കാതെ ചിരാഗിനെ ചേർത്ത് പിടിക്കുകയാണ് BJP ചെയ്തിരിക്കുന്നത്. 5 സീറ്റ് വേണമെന്ന ചിരാഗിന്റെ ആവശ്യത്തെ BJP അംഗീകരിച്ചിരിക്കുന്നു. 3 സീറ്റ് മാത്രമേ കിട്ടൂവെന്ന് കരുതിയപ്പോഴാണ് 5 സീറ്റ് BJP നൽകിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഹാജിപൂർ സീറ്റും ചിരാഗിന്റെ പാർട്ടിക്ക് തന്നെ BJP നൽകിയിരിക്കുന്നു. രാംവിലാസ് പാസ്വാന്റെ മണ്ഡലമായിരുന്നു ഇത്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പശുപതി പരസ് ഇവിടെ നിന്ന് വിജയിച്ചിരുന്നു. പരസ് നേരത്തെ LJPയെ പിളർത്തിയിരുന്നു. ഹാജിപൂർ സീറ്റ് വിട്ടുകൊടുക്കാനാവില്ലെന്ന നിലപാടിലായിരുന്നു പരസ്. എന്നാൽ BJPയുടെ നിർദ്ദേശത്തിന് മുന്നിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനാവാത്ത സാഹചര്യമായിരുന്നു. BJP ഇത്രയൊക്കെ ചിരാഗിന് വേണ്ടി ചെയ്യുന്നതിന് പിന്നിൽ വലിയ ഒരു കാരണമുണ്ട്. BJP ഇനി മുതൽ നിതീഷ് കുമാറിന്റെ സുഹൃത്തല്ല, കേവലം സഖ്യകക്ഷി മാത്രമാണ്. നിതീഷിന് കീഴിൽ നിൽക്കുക എന്ന രീതിയും പാർട്ടി മാറ്റിയിരിക്കുകയാണ്. പകരം NDAയും BJPയും ഒരുപോലെ വളർത്തുക എന്നതായിരിക്കും BJPയുടെ പ്രധാന ലക്ഷ്യം. ഇനി മുതൽ BJPയുടെ പ്രധാന സഖ്യകക്ഷി ചിരാഗിന്റെ LJP ആയിരിക്കും. സംസ്ഥാനത്ത് 17 സീറ്റ് BJP മത്സരിക്കും. അതേസമയം നിതീഷ് കുമാറിന്റെ JDU 16 സീറ്റിൽ മത്സരിക്കും. കഴിഞ്ഞ തവണത്തെ പോലെ തുല്യത ഇത്തവണയില്ല. LJP 5 സീറ്റിൽ മത്സരിക്കുമ്പോൾ ഉപേന്ദ്ര കുശ്വാഹയുടെയും ജിതിൻ റാം മഞ്ചേരിയുടെയും പാർട്ടികൾ ഓരോ സീറ്റിൽ മത്സരിക്കും. പശുപതി പരസുമായി സീറ്റിന്റെ കാര്യത്തിൽ വലിയ മത്സരമാണ് ചിരാഗ് നടത്തിയത്. ലാൽ പ്രസാദ് യാദവിന്റെ RJD ചിരാഗിന്റെ പാർട്ടിക്ക് 8 സീറ്റിന്റെ വാഗ്ദാനം വരെ നൽകിയിരുന്നു. താൻ അവിടേക്ക് പോകണമെന്ന തരത്തിലായിരുന്നു ചിരാഗ് നീക്കങ്ങൾ നടത്തിയത്. ഇതോടെ BJP ചിരാഗിന്റെ എല്ലാ നിബന്ധനയും അംഗീകരിക്കുകയായിരുന്നു. 5 സീറ്റ് എന്ന ഓഫർ ചിരാഗ് സ്വീകരിക്കുകയും ചെയ്തു. ബീഹാറിൽ JDU, RJD, BJP എന്നീ 3 പാർട്ടികളുടെയും വോട്ട് ശതമാനം ഇരട്ടയക്കത്തിലാണ്. അതുകൊണ്ട് തുല്യ ശക്തികളാണ്. ഇതിൽ ചെറുപാർട്ടികൾ ആർക്കൊപ്പം ആണോ നിൽക്കുന്നത് അവർക്കായിരിക്കും വിജയം ഉറപ്പാകുക. ഇവിടെ പാസ്വാൻ വോട്ടുകൾ ബീഹാറിൽ 6% രാംവിലാസ് പാസ്വാൻ ഈ വിഭാഗത്തിലെ ഏറ്റവും സ്വാധീനമുള്ള നേതാവായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ ചിരാഗിന് കിട്ടുമെന്ന് ഉറപ്പാണ്. നേരത്തെ പാർട്ടിയിൽ പിളർപ്പുണ്ടാക്കിയത് നിതീഷ് കുമാറിന്റെ അറിവോടെ തന്നെയായിരുന്നു. എന്നാൽ രാംവിലാസ് പാസ്വാന്റെ യഥാർത്ഥ രാഷ്ട്രീയ അവകാശി ചിരാഗാണെന്ന് പറഞ്ഞ് തെറ്റുകൾ BJP തിരുത്തിയിരിക്കുകയാണ്. കാരണം ചിരാഗിന്റെ ജനപിന്തുണ തന്നെയാണ്. അതേസമയം ഇതോടെ തകർന്നടിഞ്ഞിരിക്കുന്നത് പശുപതി പരസ് വിഭാഗം കൂടിയാണ്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.